നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2-3-2025, അതായത് കൊല്ലവർഷം 1200 ആണ്ട് കുംഭമാസം 18 തീയതി ശുക്ലപക്ഷ തൃതീയയും ഉത്രട്ടാതി നക്ഷത്രവും വരുന്ന ഞായറാഴ്ച ദിവസം ചന്ദ്രോദയമാകട്ടെ 8:19 AM-നും ഉദയം 6:42 AM-നും സൂര്യാസ്തമനം 6:32 PM-നും രാഹുകാലം 5:03 PM മുതൽ 6:32 PM വരെയും ഗുളികകാലം 3:34 PM മുതൽ 5:03 PM വരെയും യമകണ്ഠകാലമാകട്ടെ 12:37 PM മുതൽ 2:05 PM വരെ ആകുന്നു. ഈ സമയം ഒരു ശുഭകാര്യങ്ങളും ചെയ്യുന്നതിന് നന്നായിരിക്കില്ല. അതുകൊണ്ട് തന്നെ രാഹുകാലവും ഗുളികകാലവും യമകണ്ഠകാലവും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ അഭിജിത്ത് മുഹൂർത്തം എല്ലാവിധ ശുഭകാര്യങ്ങൾക്കും നല്ലതാണ്. 12:13 PM മുതൽ 12:35 PM വരെയും 12:39 PM മുതൽ 1:01 PM വരെയുമാണ് അഭിജിത്ത് മുഹൂർത്തം. ഏറ്റവും ശുഭമായ ഒരു മുഹൂർത്തമാണ് അഭിജിത്ത് മുഹൂർത്തം. ചിങ്ങം രാശിക്കാർക്ക് ചന്ദ്രാഷ്ടമമാണ്. ഇനി ഈ ദിവസത്തെ 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ്, അതായത് 12 രാശിക്കാർക്കും ഉണ്ടാകാവുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് അന്നത്തെ ദിവസത്തെ രാശിചക്രം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. സൂര്യൻ നിൽക്കുന്നത് കുംഭത്തില്, ചന്ദ്രൻ നിൽക്കുന്നത് മീനൻ രാശിയില്, ചൊവ്വ നിൽക്കുന്നത് മിഥുനൻ രാശിയില്, ബുധൻ നിൽക്കുന്നത് മീനൻ രാശിയില്, ഗുരു നിൽക്കുന്നത് ഇടവൻ രാശിയില്, ശുക്രൻ നിൽക്കുന്നത് വീണ്ടും മീനൻ രാശിയില്, അതുപോലെ തന്നെ ശനി നിൽക്കുന്നത് കുംഭൻ രാശിയിലാണ്, രാഹു നിൽക്കുന്നത് മീനൻ രാശിയിലും കേതു നിൽക്കുന്നത് കന്നി രാശിയിലുമാണ്. അപ്പൊ പൊതുവേ പറഞ്ഞാൽ മീനൻ രാശിയിൽ 4 ഗ്രഹങ്ങൾ, അതിൽ 3 ശുഭഗ്രഹങ്ങളാണ്. ബുധൻ അല്പം മൗഢ്യമുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ സൂര്യനും ശനിയും ഒരേ രാശിയിൽ നിൽക്കുകയാണ്. കുംഭത്തില് വ്യാഴം ഇടവത്തിൽ നിൽക്കുന്നു, ചൊവ്വ ആണെങ്കിൽ അതിൻ്റെ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു, കേതു ആണെങ്കിൽ കന്നിയിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാവുന്നത്, ഏതൊക്കെ ദേവതകളെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഞായറാഴ്ച ആയതുകൊണ്ട് ഏത് നക്ഷത്രക്കാരും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഞായറാഴ്ച സൂര്യഭഗവാന്റെ ദിവസമാണ്. എപ്പോൾ ഉണർന്നാലും ഉണർന്ന ഉടനെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതും എല്ലാവിധ ഗുണഫലങ്ങളും നൽകുന്നതാണ്. ഉത്രട്ടാതിയും രേവതിയും കൂടി, ഉത്രട്ടാതി തുടക്കമാണ്, രേവതിയും കൂടി വരുന്ന ദിവസമാണ് ഈ 2025 മാർച്ച് 2 തീയതി. ഇനി നമുക്ക് 27 നക്ഷത്രക്കാരുടെ, അതായത് 12 രാശിക്കാരുടെയും പ്രാർത്ഥിക്കേണ്ടത് ആരെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഓറഞ്ച് നിറത്തിലോ ചുവപ്പ് നിറത്തിലോ വസ്ത്രം ധരിക്കുന്നത്, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, എഴുന്നേറ്റാൽ ഉടനെ ഗോൾഡൻ സൺറൈസ് എന്നോ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുകയോ, നമ സൂര്യായ സോമായ മംഗളായ മുധായജ ഗുരുശുക്ര ശന്യേഭജ രാഹുവേ കേതവേ നമ എന്ന നവഗ്രഹ സ്തോത്രം ജപിക്കുന്നതോ, സന്താപനാശകരായ നമോ നമ, അന്ധകാരായ നമോ നമ എന്ന ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ഒന്നും സാധിച്ചില്ലെങ്കിൽ ആദിത്യായ നമ എന്നെങ്കിലും പ്രാർത്ഥിക്കുന്നത്, ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രം, അണ്ടർഗാർമെന്റ്സ് ആണെങ്കിൽ പോലും ഓറഞ്ച് നിറത്തിലുള്ളത് ധരിക്കുന്നത്, ചുവപ്പ് വസ്ത്രമൊക്കെ ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരു ഷോളെങ്കിലും ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. മേടൻ രാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം വരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസവഞ്ചനകളെ സമസ്ത മേഖലകളിലും പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഒരാഴ്ചയുടെ തുടക്കം, അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് വിശ്രമിക്കാനുള്ള ദിവസം. ചിലപ്പോൾ ഒരുപാട് ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ പോകാനോ അല്ലെങ്കിൽ വിരുന്നുകളൊക്കെ സംഘടിപ്പിക്കാനുള്ള ദിവസമായതുകൊണ്ട് മടിയുണ്ടെങ്കിൽ പോലും, റെസ്റ്റ് എടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും സാധിക്കാതെ നിർബന്ധിച്ച് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതുകൊണ്ട് അല്പം
ഒരു അകാരണമായ ദേഷ്യം എല്ലാ മേഖലകളിലും പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികളാണെങ്കിൽ പഠനകാര്യത്തിൽ നല്ല മന്ദത അനുഭവപ്പെടും. പൊതുവേ പറഞ്ഞാൽ വിദ്യാഭ്യാസം പകുതി ഇന്ന് മുഴുവൻ വായിച്ചു തീർക്കാമെന്ന് വിചാരിക്കുമെങ്കിലും പരീക്ഷാ സമയമായതുകൊണ്ട് ഞായറാഴ്ചയല്ലേ, ഇന്നത്തെ ഒരു ദിവസം എല്ലാ വിഷയവും ഒന്ന് വായിച്ചു തീർക്കാമെന്നൊക്കെ വിചാരിച്ചാൽ പോലും രാവിലെ തൊട്ട് ഒരു അലസത പ്രകടമാകും. അതുകൊണ്ട് തന്നെ ഒന്നും പൂർത്തീകരിക്കാൻ പറ്റാതെ വിഷമിക്കേണ്ടതായ സാഹചര്യം വൈകുന്നേരം ആകുമ്പോഴേക്കും ഉണ്ടാവും. വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല എന്ന് ചെറിയ വിഷമങ്ങൾ വരാം. പുതിയ എന്തെങ്കിലുമൊക്കെ വസ്ത്രമോ ഭക്ഷണമോ ഒക്കെ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ആഗ്രഹപൂർത്തി വരാതിരിക്കാനായിട്ടുള്ള സാധ്യതകളാണ് അധികം കൂടുതൽ. അതുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് വിരുന്ന് സൽക്കാരങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരം പരമാവധി ഉപയോഗിക്കുക. ക്ഷേത്ര ദർശനം നടത്തുക. അപ്പോൾ മനസ്സിനും സന്തോഷമൊക്കെ കിട്ടും. സുഹൃത്തുക്കളുമായി കൂടുതൽ സമയം സംസാരിക്കാനൊക്കെ ഉള്ള ഒരു അവസരം കണ്ടെത്തി നല്ല രീതിയിൽ ദിവസം ചിലവഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകും. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ നല്ല സമയമാണ്. അതുകൊണ്ട് തന്നെ ശുഭപ്രതീക്ഷകൾ ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. ആ ശുഭപ്രതീക്ഷയ്ക്കകത്ത് കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുമെങ്കിലേക്കും സുഹൃത്ത് സന്ദർശനങ്ങളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വീടുകളിലേക്കുള്ള യാത്രകളോ കണക്കുകൂട്ടലുകൾ അല്പം തെറ്റിച്ചേക്കാം. എന്നാൽ പോലും ചെല്ലുന്ന സ്ഥലത്ത് നിന്ന് പുതിയ ആശയങ്ങൾ ലഭിക്കുക, അത് ജീവിതത്തിൽ പ്രാബല്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഭൂമി സംബന്ധമായ ഇടപാടുകളിലെ കുറിച്ചൊക്കെ ഒരു ചർച്ചയൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ കൃഷിയിലൊക്കെ അല്പം മാറ്റം വരുത്തുവാനായി സാധിക്കും. കലാകായിക രംഗത്ത് ചില നല്ല പേരുകൾ വന്നു ചേരും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള പുതിയ ആശയങ്ങൾ രൂപീകരിക്കും. പൊതുവെ പറഞ്ഞാൽ പലതിൻ്റെയും തുടക്കം കുറിക്കുവാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയട്ടെ എന്നുള്ളത് ഒരു വലിയ ആശ്വാസമാണ്. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ നന്മകളും അനുഭവ യോഗ്യമാവും. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുടെ കാര്യങ്ങളിലുള്ള ആശങ്കകളൊക്കെ അങ്ങ് നീങ്ങിക്കിട്ടും. അവരുമായി ഒരു ഉല്ലാസയാത്രയോ ഒരു ദൈവിക ക്ഷേത്രങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ ദൈവിക യാത്രകളൊക്കെ സംഘടിപ്പിക്കാൻ സാധിക്കും. വ്യാപാര രംഗത്ത് നിന്ന് അല്പം നേട്ടങ്ങളുടെ ഒരു സൂചന ലഭിക്കും. തെറ്റിദ്ധാരണകളൊക്കെ മാറി പോകും. വീട് പുതുക്കി പണിയാനുള്ള ഒരു ആശയം ഉടലെടുക്കും. പുതിയ കോഴ്സ് പഠിക്കുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് വയ്ക്കുവാൻ സാധിക്കും. ഭൂമി വിൽക്കാനും വാങ്ങാനുമുള്ള ആ തടസ്സമൊക്കെ മാറി ഒരു വിധത്തിൽ വിജയപ്രതീക്ഷ വന്നു ചേരും. എല്ലാ കാര്യത്തിലും സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ പുഷ്ടിപ്പെടുത്തുവാനുള്ള പുതിയ തന്ത്രങ്ങൾ കണ്ടെത്തും. പൊതുവേ പറഞ്ഞാൽ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്പം ആശ്വാസത്തിന്റെ ഒരു ഫലം കണ്ടെത്തുന്നതാണ്. മിഥുനൻ രാശിക്കാർക്ക് അവരുടെ രാശിനാഥനായ ബുധന്റെ നീചത്വം ശുക്രന്റെ ഉച്ചത്വം ഉള്ളത് കൊണ്ട്, ബുധന്റെ നീചത്വം ഉണ്ടെങ്കിൽ ശുക്രൻ ഉച്ചത്വം ഉള്ളത് കൊണ്ട് ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ഗുണഫലങ്ങൾ തെളിഞ്ഞു വരുന്നതാണ്. ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ ഈ ഞായറാഴ്ച ദിവസം 2-ാം തീയതി ഒരു ഉൾപ്രേരണ ഉണ്ടാവുകയും ആരുടെയെങ്കിലും ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ ഒരു മാർഗനിർദ്ദേശം ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ടാകുന്നു. അതിൽ ഒരു പരിധിവരെ അത് സ്വീകാര്യമാക്കി പ്രവർത്തിക്കുമ്പോൾ വിജയം ഉറപ്പുവരുമെന്നുള്ളതിൽ തർക്കിക്കേണ്ടതില്ല. എന്തായാലും ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിക്കുന്നത് എല്ലാ നന്മകളും നൽകും. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്രോതസ്സുകൾ, പലതരത്തിലുള്ള സ്രോതസ്സുകൾ കൃഷിയിലൂടെയോ അല്ലെങ്കിൽ കാറ്ററിങ്ങിലൂടെയോ ഒക്കെ, അതായത് ഭക്ഷണപാനീയങ്ങളുടെ വിതരണത്തിലൂടെയോ അല്ലെങ്കിൽ ചെറിയ ഓർഡറുകളെ കുറച്ചുകൂടി ഒന്ന് വിപുലപ്പെടുത്തി ചെയ്യുവാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും അതിൽ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്യും. ജലസസ്യങ്ങളും മത്സ്യങ്ങളൊക്കെ വളർത്താനുള്ള ഒരു പുതിയ തന്ത്രം, അതിനുള്ളൊരു ടെക്നിക്കൊക്കെ കണ്ടെത്തിയിട്ട് അതൊന്ന് പരിശോധിച്ച് നോക്കും. അതിലൊക്കെ വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിൻ്റെ
പല രീതികളിലും, അതായത് ഒന്നിലേറെ ജീവിത മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് ശ്രമിക്കുകയും ഒരു പരിധിവരെ അതിൽ വിജയിക്കുവാനുള്ള ഒരു മാർഗം തെളിഞ്ഞു വരികയും ചെയ്യും. രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും എല്ലാ ഗുണഫലങ്ങളും നൽകും. സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങുമ്പോൾ, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ എല്ലാ നന്മകളും അനുഭവ യോഗ്യമാവും. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്ത് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് പെരുമാറി വിജയം നേടുവാനുള്ള ഇതുണ്ടാവും. ക്ഷേത്ര കമ്മിറ്റികളിലൊക്കെ സാന്നിധ്യം തെളിയിക്കുവാനുള്ള ഒരവസരം വന്നു ചേരും. അതുപോലെ തന്നെ പുതിയ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന്, അത് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് വലിയ വിശദീകരണങ്ങൾ നൽകുവാനൊക്കെ സാധിക്കും. ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വിജയിക്കുന്നുള്ള സാധ്യതയുണ്ട്. ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. അതിലൊക്കെ കുറച്ച് വിജയം. ഭക്ഷണപാനീയങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്യുക, ചെറിയ ചെറിയ കൗതുക വസ്തുക്കളുടെ നിർമ്മാണം, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, പുതിയ ഡ്രസ്സുകൾ വാങ്ങിയിട്ട് അത് മോഡിഫൈ ചെയ്തുകൊണ്ട് വിൽക്കുന്നതിനുള്ള ഒരു ശ്രമം, അങ്ങനെ പുതിയ പുതിയ ജോലി മാർഗങ്ങളെ, തൊഴിൽ മാർഗങ്ങൾ കണ്ടെത്തി അത് വിജയിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗരേഖ തയ്യാറാക്കും. രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടുകൂടി സൂര്യഭഗവാനിൽ പൂർണ്ണ വിശ്വാസം വച്ചുകൊണ്ട് ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അമ്മയുടെയും ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി എല്ലാം മംഗളമായി ചെയ്യുമ്പോൾ വിജയം തീർച്ചയായും ഉറപ്പാവും. ഹനുമാൻ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ മാർഗതടസ്സമെല്ലാം മാറിക്കിട്ടും. ഇനി കന്നിരാശിക്കാർക്ക് പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ അല്പം കഷ്ടതകളൊക്കെ വരാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ പോലും അവര് സൂര്യഭഗവാനെ വളരെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുന്നത് പോലും വിജയം കണ്ടെത്താനാകും. വിജയിക്കുക മാത്രമല്ല, വിജയത്തിന് ആഘോഷിക്കുവാനുള്ള അവസരങ്ങളും അവരുണ്ടാകും. ഓരോരോ അവസരങ്ങൾ വരുമ്പോഴും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കും. ഇടപാടുകളിൽ നിന്നും ഭൂമി സംബന്ധമായ ഇടപാടുകൾ, കൃഷിയില്, അതുപോലെ നാൽക്കാലികൾ, ഈ കന്നുകാലികൾ, ഈ പട്ടി, വളർത്തു മൃഗങ്ങളിൽ നിന്നൊക്കെ ആദായം പ്രതീക്ഷിക്കാം. അവരെ വളർത്തി അത് നല്ല രീതിയിൽ കച്ചവടം നടത്തുന്നതിന്, അവരേക്ക് വേണ്ട രീതിയിൽ പരിപാലിക്കുന്നതിന്, മാനസിക സന്തോഷം, ചെടികൾ വളർത്തി അത് സെയിൽ ചെയ്യുന്നതിനൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ ഏത് രംഗത്തും പ്രവർത്തിക്കുന്നതിനുള്ള ഒരു മനസാന്നിധ്യം ഉണ്ടാവുകയും വിജയസാധ്യതയും ഉണ്ടാകും. വലിയ വലിയ ക്ലാസ്സുകളൊക്കെ നടത്താനുള്ള ഒരു ക്ലാസ്സുകളൊക്കെ നടത്താനുള്ള സാഹചര്യം വന്നു തീരും. ഗ്രഹനിർമ്മാണത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് വേണ്ട ഉൽപ്പന്നങ്ങൾ, അതിന് വേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കരട് രേഖ തയ്യാറാക്കി ഓരോന്നിൻ്റെയും ബജറ്റ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് ശ്രമിക്കും. എല്ലാം വളരെ അടുക്കും ചിട്ടയോടും കൂടി പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് ഈ ഞായറാഴ്ച ഏറ്റവും നല്ല രീതിയിൽ ഒരു ദിവസം വിനിയോഗിച്ചു എന്നുള്ള മനസ്സംതൃപ്തി ഉണ്ടാകും. ലേഖനങ്ങളൊക്കെ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല ലേഖനം എഴുതി തയ്യാറാക്കാൻ സാധിക്കും. കലാ, കായിക, സാഹിത്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായൊരു ദിവസമാണ്. മൂകാംബി ദേവിയെയും സൂര്യഭഗവാനെയും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം ചെയ്യുമ്പോൾ പൊതുവെ ദിവസം ഏറ്റവും അനുകൂലമായി തീരുന്നതാണ്. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവിവാഹിതർക്ക് വിവാഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പെണ്ണ് കാണലോ അതിനുള്ള ഒരു വിവാഹാലോചന വരികയോ അല്ലെങ്കിൽ ഇത് മാട്രിമോണിയിൽ നിന്നൊക്കെ എന്തെങ്കിലും നല്ല വിവരങ്ങൾ ലഭിക്കുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പൊതുവെ എല്ലാവരുമായി ഒന്ന് വിനോദങ്ങളിൽ ഏർപ്പെടുവാനുള്ളൊരു സാഹചര്യം വന്നു ചേരും. പാർക്കിലൊക്കെ പോകാനുള്ളൊരു സാഹചര്യം വന്നു ചേരും.
വലിയ വലിയ ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് അനുസരിച്ചിട്ട് നോക്കുമ്പോൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ സാധിച്ചുകൊണ്ട് വലിയ ആഗ്രഹങ്ങൾ സാധിക്കുവാനുള്ള ഒരു മാർഗരേഖ തയ്യാറാക്കുന്നതിന് സാധിക്കും. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ നാഗദേവതകളെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എല്ലാം ഭംഗിയായി നടക്കും. പ്രാർത്ഥനകൾക്ക് കൂടുതൽ ഫലം കിട്ടുന്ന സമയമാണ് ഈ മാർച്ച് 2-ാം തീയതി. സൂര്യഭഗവാനെയും ശിവഭഗവാനെയും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കൂടുതൽ മംഗളമായി തീരുന്നതാണ്. വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2-ാം തീയതി വാക്കുകളിൽ വരുന്ന തെറ്റിദ്ധാരണ മാറ്റുന്നതിന് കുറച്ച് അധികം സംസാരിക്കേണ്ടതായ സാഹചര്യം വരും. സാമ്പത്തിക മേഖലയിൽ അല്പം മെച്ചം പ്രതീക്ഷിക്കാം. കയ്യിലുള്ള ധനം തികയാതെ വരുമ്പോൾ പെട്ടെന്ന് സഹായഹസ്തവുമായി ആരെങ്കിലും വരികയും എല്ലാം കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നതിനുള്ള സാധ്യതകൾ വരും. വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന മികവ് തുടർന്ന് കൊണ്ടുപോകുവാൻ സാധിക്കും. എന്ത് കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള നല്ല തീരുമാനങ്ങൾ, ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയും ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്തോടെ, ശിവഭഗവാന്റെ അനുഗ്രഹത്തോടെ, സൂര്യഭഗവാന്റെ അനുഗ്രഹത്തോടെ ഒരു നല്ല പൊതുയോഗത്തിൽ പങ്കെടുക്കാനും സംസാരിക്കാനും ഒക്കെ സാധിക്കും. അങ്ങനെ പൊതുയോഗത്തിലെ ആശയങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് സാധിക്കും. പൊതുവെ പറഞ്ഞാൽ ഒരു വളരെ ഗുണപ്രദമായ ഒരു ദിവസമായി തീരുന്നതാണ് വൃശ്ചിക രാശിക്കാർക്ക്. ധനുരാശിക്കാർക്ക് 2-ാം തീയതി ഇഷ്ടകാര്യ സിദ്ധിക്ക് സാധ്യതയുണ്ട്. ഭക്ഷ്യവിഷബാധയോ ഉദരരോഗവും വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഭക്ഷണ കാര്യങ്ങൾ കുറച്ച് മിതത്വം പാലിക്കുന്നത് നന്നായിരിക്കും. കച്ചവടക്കാർക്ക് നൂതന സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള മാർഗം തെളിഞ്ഞു കിട്ടും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ എന്തെങ്കിലും അറിയിപ്പുകൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഗ്രഹനിർമ്മാണ സാധ്യതകളും തെളിഞ്ഞു വരും. പൊതുവെ പറഞ്ഞാൽ സൂര്യഭഗവാനെയും അതുപോലെ മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുന്നതോടുകൂടി, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി പുതിയ മാർഗം തെളിഞ്ഞു വരുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് മൂലം ധനവിനിയോഗത്തിൽ കുറച്ച് ഒരു ചിട്ടപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. വരവും ചിലവും ടാലിയാക്കി കൊണ്ടുപോകാൻ സാധിക്കും. കണ്ണിന് എന്തെങ്കിലും ചെറിയ അസുഖം വരുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇളനീർക്കിഴമ്പ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ നന്ദ്യാർപ്പൂവൊക്കെ വച്ച് കണ്ണിന് കുളിർമ കൊടുത്തുകൊണ്ട് കണ്ണിനെ സംരക്ഷിക്കുന്നത് നന്നായിരിക്കും. പൊതുവെ പറഞ്ഞാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ പറ്റുന്ന ദിവസമാണെങ്കിലും നേത്ര സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, ഇത് രണ്ടും വരാതിരിക്കാൻ പ്രത്യേകം ആഞ്ജനേയ സ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ആഞ്ജനേയ സ്വാമിക്ക് വെറ്റിലമാല കൊടുക്കുന്നത്, അതുപോലെ തന്നെ വിഷ്ണുമായ സ്വാമിക്ക് നേദ്യമൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. കുംഭം രാശി എന്ന് പറയുമ്പോൾ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട്, കാരണം സൂര്യൻ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞായറാഴ്ച ദിവസം വളരെ ഉത്സാഹത്തോടുകൂടി ഓരോ കാര്യങ്ങൾ അടുക്കും ചിട്ടയുമായിട്ട് ചെയ്യുമ്പോൾ, വീടൊന്ന് മോടി പിടിപ്പിക്കുമ്പോൾ, വീടും പരിസരവും ശുചിയാക്കുമ്പോൾ, ഇടയ്ക്കൊക്കെ മാറാലയെല്ലാം കെട്ടിയിരുന്ന അതൊക്കെ തുടച്ചു മാറ്റി വീടും പരിസരവും ക്ലീൻ ചെയ്ത് ഉപ്പുവെള്ളം കൊണ്ടൊക്കെ ഒന്ന് തുടച്ച്, അതുപോലെ തന്നെ വെൺകടുകും പച്ചക്കർപ്പൂരവും ഒക്കെ കത്തിച്ച് എല്ലാ നെഗറ്റീവ്സും മാറ്റി ഒരു പുതിയ ഒരാഴ്ചയെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് മാസമാണ് മാർച്ച് മാസം. വളരെ തിരക്ക് പിടിച്ച മാസമാണ്. കുംഭം കഴിഞ്ഞാൽ പിന്നെ മീനമാസമാണ്. സൂര്യൻ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ഈ മാർച്ച് 2-ാം തീയതി ഞായറാഴ്ച വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും, എല്ലാ ഉപകരണങ്ങളും ഒക്കെ തുടച്ച് ക്ലീൻ ചെയ്തുകൊണ്ട് വീട് മോടി പിടിപ്പിക്കുക, ചെടികളെല്ലാം നല്ലവണ്ണം പരിപാലിക്കുക, മൃഗങ്ങൾക്കൊക്കെ വേണ്ട വളർത്തുമൃഗങ്ങളെയൊക്കെ പരിപാലിപ്പിക്കുക, രക്ഷിതാക്കളുമായി ഒരു നല്ല കഴിയുന്ന 1 മണിക്കൂറെങ്കിലും അവരോടുകൂടി നല്ല സംഭാഷണങ്ങൾ ചെയ്യുക, കുടുംബയോഗങ്ങളിൽ പ്രാർത്ഥനകളൊക്കെ സംഘടിപ്പിക്കുക, കുടുംബയോഗങ്ങളിൽ ചർച്ചകൾ, ആരോഗ്യകരമായ ചർച്ചകൾ ചെയ്യുക. പൊതുവെ
കുംഭൻ രാശിക്കാർക്ക് മനസ്സ് തുറന്ന് കുടുംബ ബന്ധങ്ങളിൽ ഒന്ന് ഇറങ്ങി ചെല്ലുന്നതിനുള്ള ഒരു ദിവസമായിട്ട് കണക്കാക്കണം. സ്വക്ഷേത്രത്തിൽ സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് സൂര്യഭഗവാനെയും ശനീശ്വരനെയും ഒരുപോലെ പ്രാർത്ഥിച്ച എല്ലാ നന്മകളും അനുഭവിക്കുവാൻ ഒരുങ്ങുന്നത് വളരെ നന്നായിരിക്കും. മീനൻ രാശി കൊണ്ട് നമുക്ക് ഏറ്റവും നല്ല ഫലങ്ങളാണ് വരുന്നത്. കാരണം ഞായറാഴ്ചയാണ് ബുധൻ, ശുക്രൻ, ചന്ദ്രനൊക്കെ ഒരേ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് എല്ലാ ശുഭഫലങ്ങളും അനുഭവിക്കാൻ സാധിക്കും. കുടുംബയോഗങ്ങൾ, അതുപോലെ തന്നെ റോട്ടറി ക്ലബ്ബുകളിലൊക്കെ സംസാരിക്കാനുള്ളൊരു യോഗമുണ്ടാകും. എല്ലായിടത്തും ഒരു മാർഗനിർദ്ദേശം കൊടുക്കാനായിട്ട് ഗ്രൂപ്പുകളിൽ നേതൃത്വം നൽകുന്നതിന് ഗ്രൂപ്പുകൾക്ക്, അതുപോലെ ക്ഷേത്ര കമ്മിറ്റികളിൽ സംസാരിക്കുന്നതിന്, ദൈവിക കാര്യങ്ങളിൽ ഉത്സവങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിന്, പൊതുവേ പറഞ്ഞാൽ എല്ലാവിധ ശുഭകാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ പറ്റുന്ന, വീടും പരിസരവും ഓടിയാക്കുന്ന, എല്ലാവരിലും നന്മകൾ നിറയ്ക്കാൻ പറ്റുന്ന ദിവസം ഹനുമാൻ സ്വാമിയെയും ശ്രീരാമസ്വാമിയെയും നാഗദേവതകളെയും പ്രാർത്ഥിക്കുന്നത് എല്ലാ ഗുണഫലങ്ങളും നൽകും. പൊതുവെ പറഞ്ഞാൽ ഞായറാഴ്ച ഒരു പൊതു അവധി ദിവസമാണെങ്കിലും എല്ലാം ശുഭമായി ചെയ്യാനായിട്ട് ഒരു നല്ല ദിവസം എങ്ങനെ നന്നായി ഉപയോഗിച്ചു എന്ന് എല്ലാവരും വിലയിരുത്തുകയും ആ ഒരു ദിവസം വീട്ടിൽ നിന്ന് കിട്ടിയ സന്തോഷം, ഒരുപാട് കാര്യങ്ങൾ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ പറ്റി എന്നുള്ള സന്തോഷം അനുഭവിക്കുവാൻ 27 നക്ഷത്രക്കാർക്കും സാധിക്കട്ടെ. ആത്മീയ യാത്രകളിൽ പങ്കെടുക്കുവാൻ, അതുപോലെ തന്നെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുവാൻ, അതിൽ നിന്ന് നല്ല ശീലങ്ങൾ, നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ സാധിക്കട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് 2-ാം തീയതി ഏറ്റവും ശുഭമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ നന്മകളും എല്ലാവരിലും നിറയുന്നതാണ്. നന്ദി, നമസ്കാരം.